ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഓണം വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ എഡിൻബറയിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ്. ഇന്നിപ്പം 8th സെപ്റ്റംബർ ആണ്. ആക്ച്വലി ഓണമൊക്കെ കഴിഞ്ഞു, പക്ഷെ ഇന്നാണ് അവർ ഓണം സെലിബ്രേഷൻ വെച്ചേക്കുന്നത്. മോസ്റ്റ്ലി എല്ലാ വർഷവും ഇവിടെ ഓണം സെലിബ്രേഷൻ ഇതുപോലെ ഉണ്ട്. ചിലപ്പോഴൊക്കെ ഓണത്തിന് അന്ന് തന്നെ ആയിരിക്കും, ചിലപ്പം ഓണം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും സെലിബ്രേഷൻ വെക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഓണം സെലിബ്രേഷന് പോകുന്ന വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സെലിബ്രേഷനൊക്കെ എങ്ങനെയാണെന്നുള്ള കുറച്ച് ക്ലിപ്സ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ആക്ച്വലി ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. സാധാരണ ഞാൻ ഓഫുള്ള ദിവസം ഇത്ര നേരത്തെ ഒന്നും എണീക്കാറില്ല. ഇന്ന് ഞാനൊരു 8 മണിയായപ്പോൾ എണീറ്റു. അവിടെ എൻ്റെ വിസിലടിക്കുന്നു. ഞാൻ രാവിലെ എണീറ്റ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചൂട് ഇപ്പോഴേ വരുന്നില്ല പരിപാടിക്ക്. ഉച്ചയ്ക്ക് സദ്യയുടെ ആ ടൈമൊക്കെ ആകുമ്പോഴേ വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. കാരണം ചൂടിന് ആകെ വീക്ക്ലി ഒരു ദിവസം ഓഫ് ഉള്ളത്. അപ്പം ഇന്ന് മൺഡേ മാത്രം ഓഫുള്ള ദിവസമായിട്ട് ചൂടിന് എന്തൊക്കെയോ പരിപാടികൾ, ചൂടിൻ്റെതായ പരിപാടികളുണ്ട് വീട്ടിൽ. അപ്പം പിന്നെ ഞാൻ വെറുതെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകണ്ടല്ലോ, അതുകൊണ്ട് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു. സോ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പം രാവിലെ പോകുന്നത്. അപ്പം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാം. ചൂടിന് ഇന്ന് ഇഡലിയും സാമ്പാറും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് പോകുന്നത്. ഇപ്പം റീസെൻ്റ്ലി സ്കിൻ കെയർ റൂട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ. അപ്പം എന്നും രാവിലെയും രാത്രിയും ചെയ്യണം എന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഉത്തരവ്. അതനുസരിച്ചിട്ട് ഞാനും ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. കല്യാണത്തിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ സ്കിൻ കെയർ റൂട്ടീൻ പോലെ തന്നെ പല റൂട്ടീനിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡൊക്കെ റെഡിയാക്കി നല്ല ചൂട് ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വന്നു. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. ഇപ്പം ഞാൻ ബാക്കിയുള്ള സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് ഇനി നമ്മുടെ ഓണം കോസ്റ്റ്യൂമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം ഇതും കൂടെ ചെയ്തിട്ട് വേണം ഡ്രസ്സ് മാറാനായിട്ട്. അറിയത്തില്ലടേ, ഞാൻ ഇപ്പൊ വെച്ചതേ ഉള്ളൂ. ആദ്യത്തെ സെറ്റായി, അതേ ആള് കഴിച്ചോ? രണ്ടാമതാവുന്ന ഞാൻ കഴിച്ചോളാം. എനിക്ക് 2-3 മതി. ഇയാള് കഴിച്ചോ? അപ്പൊ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഡ്രസ്സ് മാറ്റാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഓണം കോസ്റ്റ്യൂം. അപ്പൊ ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ഓണം കോസ്റ്റ്യൂം. ഇതാണെന്ന് വെച്ചാൽ ഫുള്ളി ഇതല്ല, ഇതിന്റെ മുകളിലൊരു കോട്ടും കൂടെ ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് റെഡി ആയിട്ടിടാം. അപ്പം എല്ലാ വർഷവും സാരിയാണ്. മോസ്റ്റ്ലി എല്ലാ ഓണം സെലിബ്രേഷനും സാരി ഉടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇത്തവണ ഞാൻ വിചാരിച്ചു ഒരു ചേഞ്ചിന് സാരി ഉടുക്കണ്ട, ഇങ്ങനത്തെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഞാനൊരു 3 വർഷം മുമ്പത്തെ ഓണത്തിന് ഒരു ഷൂട്ടിന് വേണ്ടി നാട്ടിൽ വെച്ച് ഇട്ട സെയിം കോസ്റ്റ്യൂമാണ്. ആ ഷൂട്ടിന് ഒരു ദിവസം ഇട്ടിട്ടേ ഉള്ളൂ, പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ബാക്കി റെഡിയാവാം. ഇവിടെ ജൂഡ് എനിക്ക് ഫുഡ് വായിൽ വെച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് സമയമില്ലല്ലോ കഴിക്കാനൊന്നും. അങ്ങനെ റെഡിയായി ഇറങ്ങി, ഫുൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി. കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ജൂഡിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. ഞാൻ ആക്ച്വലി റെഡിയായി കഴിഞ്ഞിട്ട് ഒരു ഫുൾ ലുക്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ സമയം കിട്ടിയില്ല. കുറച്ച് ലേറ്റ് ആണ്. ആക്ച്വലി 9:30 അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പരിപാടിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പയ്യെ പോയാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ കുറച്ച് അധികം ലേറ്റ് ആയി. ഇപ്പൊ മണി 11 മണി കഴിഞ്ഞു. അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 11:30 ഒക്കെ ആവും. എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ എന്നെ വിളിച്ചോണ്ടേ ഇരിക്കുക, എത്തിയില്ലേന്ന് ചോദിച്ചത്. പക്ഷെ അവളിപ്പം എത്താറാവുന്നതേ ഉള്ളൂ. മേ ബി ഞങ്ങൾ ഏകദേശം ഒരു ടൈമിൽ എത്തണം. ഞാൻ അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാ പരിപാടി എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൂട്ടുകാരി, ഫ്രണ്ട്, കോൾ ചെയ്തോണ്ടേ ഇരുന്ന ഫ്രണ്ട് ഏഞ്ചൽ. ഹായ് പറയാം. ഹായ്. ഇപ്പൊ ഞങ്ങൾ അകത്തോട്ട് പോവാ. ഇവിടെ എല്ലാം കഴിഞ്ഞെന്നാ തോന്നുന്നു, ഉച്ചയായി. ഇവിടെ ഫുൾ ഫോട്ടോ എടുപ്പ് നടക്കുവാണ്. അയ്യോ
ഇവരാണ് ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാർ. ഒരു ഹായൊക്കെ പറയാം. ഹായ്. നാണാണോ? നാണല്ല, ബിസിയാ. Just listen to the music. എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും പാസ് ചെയ്യുക. ഓഫ് ആവുമ്പോൾ ആരൊക്കെയാണ് ബോർഡ് ഇരിക്കുന്നത് ആൾ ഔട്ട് ആണ്. ഓക്കെ, സോ നമുക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ വേണം. ലിമിറ്റ് ഇല്ല. എല്ലാവരും ഒന്നിച്ച് ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. ആരും മടിച്ചു നിൽക്കാതെ എല്ലാവരും ഒന്ന് കടന്നു വരേണ്ടതാണ്. ടീനു ജയിക്കുവോ? ജയിക്കണം. ഗോപി ചേച്ചി ഇന്ന് ജയിക്കുവോ? അറിയത്തില്ല. ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് എനിക്ക് ആണ്. ഏഞ്ചലിന് എന്തിനു ഹോപ്പ്? ഒന്നും ഇല്ല. കിട്ടിയാലായി ഇല്ലേലായി. കിട്ടുന്ന പ്രൈസ് എനിക്ക് ഇപ്പൊ തരൂ കേട്ടോ. എല്ലാവരും റെഡിയാണോ? നിക്ക് ചേട്ടൻ റെഡിയല്ലേ? റെഡിയാണെന്ന് പറയൂ എല്ലാവരും. ഓക്കെ, മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടിച്ചടിച്ച് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. കളികളെ ഒന്നും കിട്ടാത്തതുകൊണ്ട് പോളണ്ടിൽ നിന്ന് ഇറക്കി മാറിയിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മളെ എല്ലാ രാജ്യക്കാരുമായിട്ടും സഹകരണമാണ്. ആ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണത്തിന് ഞങ്ങൾ പോളണ്ടിൽ ഞങ്ങളുടെ മാവേലിയെ പറ്റി പറയുവാണ്. ഈ മാവേലിയെ പറ്റി ഓടണം, ചേർന്ന് പിടിക്കാൻ പാടില്ല. ഓടേണ്ട ശ്രദ്ധിക്കേണ്ടതാണ്. Well, I took part in it last year as well. Okay, were you with the same costume last year? No, there was like we were just with groups of friends. It was just like the Sandia. So it was like the full experience of like Maferi and Onam. It was just the Sandia. Like, You like Satya? it's nice. Yeah. Some of it is too spicy for me, but the coconut curries, I'm a big fan. Where are you from? Poland, but I live in Scotland obviously. But yeah. Since how many years you're here?
Like 7 years, I think, and ongoing. Yeah, and I met a lot of people from Kerala because I work with like a lot of my colleagues are from Kerala, so I learn more and more about like Malayalam and like yeah, it's amazing. It's amazing. It's great. People, everyone is very nice. Yeah, it's like, different to see someone with this costume from another place. Yeah, I think that was their intention. They were saying that if they take a Maveli from a different like culture, it's gonna make it a bit more interesting because it's like unusual. And I was so worried because I thought that some people will think that it's like disrespectful because I don't know much about your culture, but they say like no one minds and like it's all like for fun. And, Really interesting. it's amazing. It's a bit like it's a bit like not embarrassing, but like in front of like all the people. It's nice. It's a new thing. And you're carrying it well, actually. That I'm expression. trying. I'm an introvert. It's something like this is like difficult for me. I'm rarely like in the spotlight. I avoid it. So I'm trying to make it like look okay, but it's difficult. നമുക്ക് നാട്ടിലെ മാവേലിക്ക് ക്ഷാമമായതുകൊണ്ട് പോളണ്ടിൽ നിന്ന് വന്ന മാവേലി ആയത് മലയാളം അറിയാത്ത മാവേലിയാണ്. പുള്ളിക്കാരൻ പോളിഷുകാരനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡിഫറൻസിന് വേണ്ടിയാന്ന് തോന്നുന്നു ഇവര് പുള്ളിയെ മാവേലി ആക്കിയിട്ടുണ്ട്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ജൂഡ് വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാനും കാറിക്കറി അങ്ങ് ഇരുന്നു. കാരണം ഇനി വൈകിട്ടൊരു DJ പ്രോഗ്രാം ഉണ്ട്. അപ്പം അത് 7 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പം ഇനി ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ ഞാൻ സദ്യ കഴിച്ചപ്പോൾ നല്ല ക്ഷീണമായി. എനിക്ക് മത്ത് പിടിച്ചു, പായസമൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ എനിക്കൊരു ഇത്തിരി നേരം റെസ്റ്റ് വേണമെന്ന് തോന്നി. അപ്പം ഞാൻ ജൂഡിൻ്റെ അവിടെ അങ്ങ് കയറി. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് DJ പാർട്ടിക്ക് പോവാം. അപ്പം നമ്മുടെ DJ പാർട്ടിക്ക് പോയി റെഡിയായി. ഫോം പാർട്ടിയാണ് ഇത്തവണ അവർ റെഡിയാക്കിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ ഒരു ഫോം പാർട്ടി അറ്റൻഡ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അതിനൊരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. എന്തായാലും എനിക്ക് എൻ്റെ മുടി നനയരുത് എന്നൊക്കെ സോപ്പുകളൊക്കെ ആണല്ലോ ഈ ഫോം എന്ന് പറയുന്നത്. അപ്പം മുടി ഒന്നും നനയരുതെന്ന് കുറച്ച് എനിക്ക് കൺസേൺ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് പറ്റിയ ക്യാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. അപ്പം എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് DJ പരിപാടിയും കൂടെ കാണിച്ചു തരാം.